ഓട്ടിസം കുട്ടികളുടെ കൂടെ ജീവിക്കണമെങ്കിൽ ക്ഷമ വേണം. അത് ഇവനിലൂടെ എനിക്ക് കിട്ടിയ വലിയൊരു മാറ്റമാണ്. ഷെയ്ക്കിന്റെ കൊടുത്ത ഒരു കുലുക്കുലിക്ക് അപ്പം തന്നെ കൊടുത്തു. രണ്ടാം പ്രാവശ്യം കുലിക്ക് അവർക്ക് ഇഷ്ടപ്പെടില്ല, അവൻ തട്ടും. അപ്പൊ ഞങ്ങള് ഗേറ്റിൽ കൂട്ടി പതിവാണ്. എന്നാലും ആരെങ്കിലും ചിലപ്പോൾ മറക്കും. ഇവൻ ആ സാഹചര്യം നോക്കിയിട്ട് അപ്പം ചാടും. അപ്പൊ ഇതൊക്കെ കണ്ടും മടുത്തും എനിക്ക് മതിയായി. അപ്പോൾ കബീർ മാമ പറഞ്ഞു, ഇവൻ എല്ലാ കുട്ടികളെ പോലെയല്ല, ഇവനൊരു വ്യത്യാസം ഉണ്ടല്ലോ, നീ ഒന്ന് ഡോക്ടറിൻ്റെ അടുത്ത് കാണിക്കുക പറഞ്ഞു. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പറഞ്ഞപ്പോൾ. ഞങ്ങൾ വെറുതെ ഇരുന്നിട്ടില്ല. ഞങ്ങൾ സമയം അന്ന് മുതൽ ഇന്നും വെറുതെ ഇരുന്നിട്ടില്ല. അവൻ്റെ പിന്നിൽ ഞങ്ങൾ മാറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരു അച്ഛൻ്റെ സ്ഥാനമാണ്. അപ്പം മാമാക്ക് ഞങ്ങൾ മക്കളാണ് ശരിക്കും. അപ്പം ഞങ്ങളുടെ ഉയർച്ചയാണ് മാമ കാണുന്നത്. പിന്നെ ഈ സ്പെഷ്യൽ സ്കൂളിൽ ചേർത്തണം പറയുമ്പോൾ അവിടെ ഇങ്ങനത്തെ കേട്ട രക്ഷിതാക്കൾക്ക് ഇത് എങ്ങനെയും ഒന്ന് ക്ലിയർ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവർ ഇതിന്റെ എല്ലാത്തിൻ്റെയും പിന്നാലെ പോകും. ഇവർക്ക് ഞങ്ങൾ ലോറി കയറി മരിച്ചാൽ മതി എന്നുള്ളൊരവസ്ഥയിലെത്തി. അവന്റെ സൗന്ദര്യം വെച്ചിട്ടില്ല അവന്റെ മാർക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവന്റെ കഴിവ് വെച്ചിട്ടുണ്ട്. ഇവന്റെ കുറവാണ് ഇവന്റെ കഴിവെങ്കിൽ അത് വെച്ച് മാർക്കറ്റ് ഉണ്ട്. ജീവിക്കുന്നത് അങ്ങനെ തന്നെ. ഇതിനെന്താ പേടിക്കാനുള്ളത്? നമ്മളൊക്കെ ശുചിക്കുട്ടനെ ഇപ്പോഴാണ് അക്ഷരങ്ങളും വാക്കുകളൊക്കെ അതിന് പിടിച്ച് കൊണ്ടുവന്ന് മുന്നേറ്റത്തിക്കുന്നു. ഇപ്പോൾ ഒരു സാധാരണ ഒരാളുടെ വിഷമം ഒരാൾക്ക് പറഞ്ഞാൽ അത് പൊട്ടൻ്റെ അമ്മ പറഞ്ഞാൽ അവർ പിന്നെ കല്യാണത്തിന് വിളിക്കില്ല, കല്യാണ സാഹചര്യത്തിൽ വീടിരിക്കുന്നതിന് വിളിക്കില്ല. അത് പറഞ്ഞാൽ പിന്നെ കൊണ്ടുവരുന്നൊക്കെ ലക്ഷണക്കടയിച്ച പലവരും കാണുന്നത്. സ്കൂളിൽ പറഞ്ഞാൽ സ്കൂളിൽ നിന്നാണ് സാമൂഹിക ബന്ധങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. രക്ഷിതാക്കൾ കഠിനമായി പരിശ്രമിക്കും കുട്ടികളുടെ പിന്നാലെ. രക്ഷിതാക്കളുടെ കൂടെയാണ് കുട്ടികൾ. ഇവര് ആഴ്ചയിൽ ഒരു ദിവസം വന്നുകൊണ്ട് കുട്ടികൾക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയൂല അവനെ കൊണ്ട്. ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പൊ ഗവൺമെന്റ് ഇവർക്ക് ഇങ്ങനത്തെ കുട്ടികൾക്ക് സഹായിക്കാൻ അവരുടെ അമ്മമാർക്ക് 25,000 കൊടുക്കാൻ പറയുന്നുണ്ട്. അതിനൊക്കെ ഒരുപാട് കടമ്പകളാണ്. 25,000 കിട്ടാൻ അവര് 1 കോടി ഉറുപ്പ്യ തരുന്നതിന്റെ പണിയാണ് അവർ ചെയ്യിപ്പിക്കുക. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ സപ്പോർട്ട് വളരെ കുറവാണ്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ആവശ്യത്തിന് ശമ്പളം കൂട്ടിയിട്ടാണ് അവർ നിലനിൽക്കുന്നത്. എല്ലാവർക്കും ഗവൺമെന്റ് സഹായിച്ചിട്ട് നിലനിൽക്കുന്നത്. ഈ കുട്ടികൾക്ക് മാത്രം എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് സഹായിച്ചുകൂടാ? ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ. ഹായ്, ഹലോ, നമസ്കാരം. ഓട്ടിസം എന്നൊരവസ്ഥ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ചെറിയൊരു ഭയം ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടാവും. പക്ഷേ ആ ടെൻഷനൊക്കെ മറികടന്ന് ഒരു ഏറ്റവും ഉപരിയായിട്ട് കുടുംബത്തിൻ്റെ സപ്പോർട്ട് കൊണ്ട് നമ്മുടെ മുന്നിൽ സക്സസ്ഫുള്ളി എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് വരെ ചെയ്ത് സക്സസ്ഫുള്ളി നിൽക്കുന്ന ഷിജുക്കുട്ടനും കുടുംബം എൻ്റെ കൂടെ ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഷിജുക്കുട്ടാ നമസ്കാരം. ഇഷ്ടമായ ഇവിടെ? ഇഷ്ടമായ ഇവിടെ? ഓക്കെ, അടിപൊളി പറയും. അടിപൊളി, വളരെ സന്തോഷം. ഞാൻ ആദ്യമൊക്കെ നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ ആള് ചില സമയങ്ങളിൽ കരയുന്ന കാണാം, ഒരു ദേഷ്യത്തിന്റെ ഒരു ഭാവം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഭയങ്കര കാമായിട്ട് പാട്ടൊക്കെ പാടിയിരിക്കുന്നത്. അതിപ്പം ഇവിടം വരെ എത്തിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ആൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്? ഷിജുക്കുട്ടൻ അങ്ങനെ എപ്പോഴും ദേഷ്യപ്പെടാറൊന്നും അങ്ങനെ ഇല്ല. അവർക്ക് എന്തെങ്കിലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ടാവും. അവർക്ക് ആശയവിനിമയം ചെയ്യാൻ അറിയില്ല. അപ്പോൾ പല്ലുവേദന, വയറുവേദന, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വരുമല്ലോ, തലവേദന, അങ്ങനെ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതൊന്നും അവർക്ക് പറയാൻ അറിയില്ല. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഇവർ എന്തെങ്കിലും നമ്മളറിയാതെ അവരിന് പഠിപ്പിക്കാൻ വിളിക്കുക, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യിപ്പിക്കാൻ വിളിക്കുക, അങ്ങനെ പലരും ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. അവർക്കിത് പറയാനും അറിയില്ല. അങ്ങനെ വരുമ്പോഴാണ് അവർ പല ചെറിയ ദേഷ്യങ്ങളൊക്കെ കാണിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ ശരിയാവും. കണ്ട് മനസ്സിലാക്കി നമ്മത് മാറണം. അല്ലാതെ അവനായിട്ട് സ്വന്തമായിട്ട് ആരും ഉപദ്രവിക്കാനോ വഴക്കുണ്ടാക്കാനോ ഒന്നിനും വരാറില്ല. നമ്മൾ ഇവരിനെ ഓരോരോ ചട്ടം പഠിപ്പിക്കും. എന്നെ ചട്ടം പഠിപ്പിക്കുന്ന മാതിരി അങ്ങോട്ട് വാ എന്ന് നിർബന്ധിച്ച് ചെയ്യിക്കുമ്പോൾ ഈ വയ്യാത്തൊരു കണ്ടീഷൻ ചില സമയത്തുണ്ടാവും ഒരു മനുഷ്യനിക്ക്. അങ്ങനെ വരുമ്പോഴാണ് അവര് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. സാധാരണ ഓട്ടിസം എന്നൊരു അവസ്ഥയെ പറ്റി എല്ലാവരും ചർച്ച ചെയ്യുമ്പോൾ ഒരു പേടി ഉണ്ടാവും മനസ്സിൽ. അയ്യോ, എങ്ങനെ ആയിരിക്കും റിയാക്ട് ചെയ്യാൻ പോണത് എന്നുള്ളത്. പക്ഷെ ഇതിനെയൊക്കെ നിങ്ങൾ മറികടന്നിട്ടുള്ള ആൾക്കാരാണ്. ശരിക്കും ആ അവസ്ഥയെ ഫസ്റ്റ് എങ്ങനെ ഡയഗ്നോസ് ചെയ്തത്? ആൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞത്? ഇത് ഞാനാണ് തുടക്കത്തിൽ മനസ്സിലാക്കിയത്. അത് എൻ്റെ പെങ്ങളെന്നെ പറയും. ഇവന് ഒരു വയസ്സ് വരെയൊന്നും
1 വയസ്സ് വരെ സാധാരണ കുട്ടികളുടെ പോലെയാണ് കഴുത്തുറയ്ക്കുന്നത്, നടന്നത് എല്ലാം. അത്യാവശ്യം 1-2 വാക്കുകൾ പറയുന്നുണ്ടായിരുന്നു. ഉമ്മ, പപ്പ, ടാറ്റ, ഫോൺ ബെല്ലടിയൊക്കെ സൗണ്ട് കേട്ട ഹലോ എന്ന് പറയും. അപ്പൊ നമുക്ക് അങ്ങനെ ഒന്നും അറിയണ്ടായിരുന്നില്ല. പിന്നെ 1 വയസ്സിന് ശേഷം അവന് തനിയെ ഇരിക്കാൻ തുടങ്ങി. അവൻ്റെതായ ലോകത്തിലേക്ക് അവന് മെല്ലെ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് അറിയുന്നില്ല. TV ഒക്കെ അവൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. പിന്നെ വിളിച്ചാൽ ശ്രദ്ധിക്കാതായി. അപ്പോൾ കബീർ മാമ പറഞ്ഞു, ഇവൻ എല്ലാ കുട്ടികളെ പോലെയല്ല, ഇവനൊരു വ്യത്യാസം ഉണ്ടല്ലോ, നീ ഒന്ന് ഡോക്ടറിൻ്റെ അടുത്ത് കാണിക്കുക പറഞ്ഞു. അപ്പം എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പറഞ്ഞപ്പോൾ. അവനൊരു കുഴപ്പമില്ലല്ലോ. വീണ്ടും വീണ്ടും ഒക്കെ എന്നെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. ഓരോ മാസങ്ങൾ പോകും തോറും ഇവൻ ബാക്കിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്, തീരെ ശ്രദ്ധയില്ലാതിരിക്കുകയാണ്. അപ്പം മാമാൻ്റെ നിർബന്ധപ്രകാരമാണ് നമ്മൊരു ഡോക്ടറിനെ പോയി കാണുന്നത്. അങ്ങനെയാണ് ഇത് തിരിച്ചറിയാൻ ഇങ്ങനെ ഒരു അവസ്ഥ. അല്ല അങ്ങനെ അല്ല അറിയുന്നത്. അപ്പോൾ അവിടെയുള്ള ഡോക്ടർമാർ പറഞ്ഞു, കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ കുട്ടി 3 വയസ്സായിട്ടാണ് സംസാരിച്ച്, 4 വയസ്സായിട്ടാണ്, ആൺകുട്ടികൾ ഇത്തിരി വൈകിട്ടാണ് സംസാരിക്കുന്നത് പറഞ്ഞു. പക്ഷേ എനിക്ക് പ്രശ്നങ്ങളും സംശയങ്ങളും തീരുന്നില്ല. അങ്ങനെ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഇവർ 3-4 ഡോക്ടർമാരിനെ കാണിച്ചു, പാലക്കാട്ടിൽ അന്നുള്ള പ്രമുഖ ഡോക്ടർമാരിനെ. അവരൊക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് പ്രശ്നങ്ങൾ പിന്നെയും തീരില്ല. അപ്പോൾ ഇതിങ്ങനെ നീങ്ങി പോകുമ്പോഴേക്കും മാസങ്ങൾ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ എൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം വന്നു. അപ്പം ഞാൻ നിർബന്ധിച്ച് അവിടെയുള്ള താലൂക്കിലുള്ള ഒരു ഡോക്ടറുണ്ട്, അവരിനെ പോയി കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്കിത് പറഞ്ഞാൽ മനസ്സിലായില്ല, നിങ്ങൾ പറ്റുകയാണെങ്കിൽ ജൂബിലി മിഷൻ തൃശ്ശൂർ പോകുകയും പറഞ്ഞു. അവർക്ക് കാര്യം അയാൾക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ജൂബിലി മിഷനിൽ പോയപ്പോൾ അവിടെ അനീഷ് ബാബു, അവിടെ ഡോക്ടർമാരൊക്കെ നോക്കിയ ശേഷം അനീഷ് ബാബു പറഞ്ഞ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് ഡോക്ടറുണ്ട്, പിന്നെ വേറെ ഡോക്ടർ നോക്കിയ ശേഷം ആ ഡോക്ടറുടെ അടുത്തേക്ക് അയച്ചു. അവരാണ് പറഞ്ഞത് ഇത് ഇങ്ങനെ ഓട്ടിസമാണ്. അവിടെ എത്തുമ്പോഴേക്കും നമുക്ക് ഈ പറഞ്ഞവിടുന്ന് 1.5 വയസ്സിൻ്റെ അവിടേക്ക് എത്തി, ഈ ഡോക്ടറിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അത്രയും നമ്മൾ ഡിലേ ആയി. 1 വർഷത്തോളം വീണ്ടും പോയി. അര വയസ്സ് പിന്നെയും കൂടി 1.5 വയസ്സ്. അപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ഓട്ടിസം എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്കറിയില്ല, നിങ്ങൾ പറ്റുകയാണെങ്കിൽ ബാംഗ്ലൂർ നിമാൻസിൽ പോകാൻ പറ്റുകയാണെങ്കിൽ പോകുക, അവിടെ നിന്ന് കുറച്ച് ഡീറ്റെയിൽസും ട്രെയിനിങ് ഒക്കെ നിങ്ങൾക്ക് തരും, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരിക പറഞ്ഞു. അങ്ങനെയാണ് ഇത് ഓട്ടിസം ആണെന്ന് ഏകദേശം മനസ്സിലാകുന്നത്. പിന്നെ അവിടെ പിന്നെ ബാംഗ്ലൂർ പോയ ശേഷമാണ് അവർ അവിടെ നിന്ന് ഒരു 10 ദിവസം ഇരുത്തി നമുക്ക് ട്രെയിനിങ് തരും. അവർ നമ്മുടെ പേര്, കുട്ടി ജനിച്ചത്, വളർന്നത്, വീട്ടിലാരെങ്കിലും മാനസിക രോഗമുണ്ടോ, ആത്മഹത്യ ചെയ്തവരുണ്ടോ, കുടുംബത്തിലാരെങ്കിലും ഉണ്ടോ, ഏതെങ്കിലും പുള്ളി വഴിക്കൊക്കെ ഉണ്ടോ എന്നുള്ളത് ഒരു 10-200 ചോദ്യങ്ങളുണ്ടാവും. അത് ജനിച്ചതും പെറ്റതും കഴിഞ്ഞതും എല്ലാം നമ്മുടെ ചരിത്രം മുഴുവൻ അതിൽ എസ്സോർണോ മാർക്കിട്ട് കൊടുക്കും. പിന്നെ ഇപ്പോഴത്തെ എന്താ പ്രശ്നം എന്നും കൂടി അവർ ചോദിച്ചു, അതും കൂടി എഴുതിയിട്ട് അതിനെ മൊത്തത്തിൽ അവരൊരു കണക്കാക്കി. പിന്നെ അവർ കുറേ ഡോക്ടർമാരെ കൂടി ചേർന്ന് ഒരു മീറ്റിംഗ് കൂടി, അതിനാണ് അവർ ഒരു തീരുമാനം ഉണ്ടാക്കുന്നത്. എന്നിട്ടാണ് എനിക്ക് ഓട്ടിസമാണ് പറയലും അവർ കുറച്ച് ട്രെയിനിങ് തരും. അപ്പം നമ്മൾ അന്ന് അവിടെ പോയിട്ട് പറഞ്ഞെന്താ പറഞ്ഞാൽ, അവൻ വിളിച്ചാൽ വിളിക്കുക വെക്കില്ല, മുഖത്ത് നോക്കില്ല, ഉമ്മ വാപ്പാവോന്നൊന്നും പറയില്ല, പിന്നെ എന്തെങ്കിലുമൊക്കെ ബേ എന്നിങ്ങനെ ചെറിയ സൗണ്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കണമെന്ന് അന്ന് പറഞ്ഞത്. അപ്പം അതിനുള്ള മുഖത്ത് നോക്കാനുള്ള ട്രെയിനിങ്, അങ്ങനെയുള്ള ചെറിയ ട്രെയിനിങ് ഒക്കെ അവരന്ന് തന്നു. അത് കഴിഞ്ഞ് അങ്ങനെയാണ് ഇത് അതാണെന്നുള്ളത് സ്ഥിരീകരിക്കുന്നത്. പക്ഷെ അത് സ്ഥിരീകരിക്കുമ്പോഴേക്കും ഇവരൊക്കെ അങ്ങനെ തളർന്നു പോയി. എന്താ പറയുക, ഇങ്ങനത്തെ അന്ന് 10-22 വർഷം മുമ്പ് ഓട്ടിസം എന്നുള്ളതൊന്നും കേട്ടിട്ടില്ല. ഇവരൊക്കെ ഞങ്ങൾക്ക് ജൂബിലി മിഷൻ കേട്ടിട്ട് വരുമ്പോൾ തന്നെ ഇവർക്ക് പിന്നെ എന്താ പറഞ്ഞത് ഏതാ പറഞ്ഞതെന്ന് ഓർമ്മയില്ല. പിന്നെ ഇതൊക്കെ വിട്ടു. ഇവർക്ക് ഞങ്ങൾ ലോറി കയറി മരിച്ചാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലെത്തി. എന്താ പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നമാണ് എന്നുള്ളത് മനസ്സിലായപ്പോൾ. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പിന്നെ അതിന്നാണ് പിന്നെ മുന്നേറി വരുന്നത്. ചെറിയ ഞങ്ങൾ വെറുതെ ഇരുന്നിട്ടില്ല. ഓരോ സമയങ്ങളും പിന്നെ ഓരോരോ സമയങ്ങളിലും അതാത് സ്കൂളുകളിലൊക്കെ വിട്ടിട്ട് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ശുചിക്കുട്ടൻ പറഞ്ഞാൽ വളരെ ഒരുപാട് മോശം അവസ്ഥയിലുള്ള കുട്ടിയാണ്. ഓട്ടിസം പറഞ്ഞാൽ എല്ലാവരും ഒരേ മാതിരിയല്ല. 100 കുട്ടിയുണ്ടെങ്കിൽ 100 തരം ഉണ്ടാവും. നല്ല ബുദ്ധിയുള്ളവരുണ്ടാവും, സംസാരിക്കുന്നവരുണ്ടാവും, വഴക്കുണ്ടാക്കുന്നവരുണ്ടാവും, ഡ്രസ്സൊന്നും ഇടാൻ പറ്റാത്തവരുണ്ടാവും, കടക്കാൻ പറ്റാത്തവർ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. 100 കുട്ടികളുണ്ടെങ്കിൽ 100 തരമാണ്. അപ്പൊ ഇവരിനൊക്കെ നമ്മ അങ്ങനെ തെറാപ്പിയും ട്രെയിനിങ് കൊടുത്ത് മാറ്റിയെടുക്കാന്നാണ്. ഞങ്ങൾ വെറുതെ ഇരുന്നിട്ടില്ല. ഞങ്ങൾ സമയം അന്ന് മുതൽ ഇന്നും വെറുതെ ഇരുന്നിട്ടില്ല. അവന്റെ പിന്നിൽ ഞങ്ങൾ മാറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഒച്ചിന്റെ മാറ്റമാണ്, ഒച്ചിനെയും വെച്ച് കുറവ് മാറ്റമാണ് പറയാം. പക്ഷെ മാറി മാറി വരുന്നുണ്ട് നല്ല ശ്രമം കൊണ്ട്.
ഇപ്പൊ എന്തെങ്കിലും മാറ്റങ്ങളാ നേരത്തെ ഉണ്ടായിരുന്നതിനെ പറ്റി ഇപ്പൊ ഉള്ള മാറ്റങ്ങൾ എന്തൊക്കെയാ? ശിജുക്കുട്ടനെ നമ്മൾ സ്കൂളിലൊക്കെ വിട്ടിട്ടൊന്നും വലിയ മാറ്റങ്ങൾ ഉണ്ടായില്ല. ഞങ്ങൾ സ്പെഷ്യൽ സ്കൂളിൽ വിട്ടിട്ടുണ്ട്. നമുക്ക് അവിടെ ബാംഗ്ലൂരിൽ നിന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാരണ സ്കൂളിൽ വിടണമെന്നാണ് പറഞ്ഞത്. ഇങ്ങനത്തെ ഒരു കുട്ടികൾ ഉണ്ടാകുമ്പോൾ നമ്മളെ പലവരും അവിടെ പോകണം, ഇവിടെ പോകണം, ഇവിടെ പോയാൽ മാറും, അവിടെ പോയാൽ മാറും പറയും. അപ്പൊ നമ്മൾ ഇതിന്റെ പിന്നാലെ ഓടും, ദൈവങ്ങളുടെ പിന്നാലെ ഓടും, മന്ത്രക്കാരന്റെ പിന്നാലെ ഓടും, ഹോമിയോന്റെ പിന്നാലെ പോകും, ആയുർവേദിക്കിന്റെ പിന്നാലെ പോകും. ആരൊക്കെ എന്തൊക്കെ ഉണ്ടോ അതിന്റെ പിന്നാലെയൊക്കെ പോകും. ഗവൺമെന്റ് സ്കൂളിൽ ചേർത്തണം പറയുമ്പോൾ അവിടെ പോകും, പ്ലേ സ്കൂളിൽ ചേർത്തണം പറയുമ്പോൾ അവിടെ പോകും, പിന്നെ ഈ സ്പെഷ്യൽ സ്കൂളിൽ ചേർത്തണം പറയുമ്പോൾ അവിടെ പോകും. ഇങ്ങനത്തെ കേട്ട രക്ഷിതാക്കൾക്ക് ഇത് എങ്ങനെയും ഒന്ന് ക്ലിയർ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവർ ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നാലെ പോകും. ദൈവവിശ്വാസവും ഉള്ളവർക്ക് ഇല്ലാണ്ടാവും, ഇല്ലാത്തവർക്ക് വരും. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ അവരൊരു ലെവലിലാവും ഈ രക്ഷിതാക്കള്. അങ്ങനെ എല്ലാം പഠിക്കും. അങ്ങനെ പിന്നെ ശിജുക്കുട്ടനെ സ്പെഷ്യൽ സ്കൂൾ കോയമ്പത്തൂർ ചൈതന്യ എന്താണ് സഞ്ജീവനി പറഞ്ഞൊരു അന്ന് പാലക്കാടൊന്നും അങ്ങനത്തെ സ്കൂളില്ല. അവിടെ കുറച്ച് 1.5 വർഷം പോയി. പിന്നെ അത് കഴിഞ്ഞ് ഒരു 4 വയസ്സായപ്പോൾ സ്പെഷ്യൽ സ്കൂളിൽ കൊണ്ട് ചേർത്തി, പ്ലേ സ്കൂളിൽ. അത് കഴിഞ്ഞ് സ്പെഷ്യൽ സ്കൂളിൽ ചേർത്തി. പിന്നെ ഗവൺമെന്റ് സ്കൂളും സ്പെഷ്യൽ സ്കൂളും, അവിടെ കുറച്ച് ദിവസം ഇവിടെ കുറച്ച് ദിവസം, അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനം വരെ സ്പെഷ്യൽ സ്കൂളിലാണ് പോയത്. പക്ഷെ ഞങ്ങളുടെ ഡോക്ടർമാരൊക്കെ പറഞ്ഞത് ഗവൺമെന്റ് സ്കൂളിൽ വിട്ടാൽ മതി, സ്പെഷ്യൽ സ്കൂളിൽ വിടണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ ഇവർക്ക് പല കാര്യങ്ങളും മലമൂത്ര വിസർജനം ചെയ്താൽ കൃത്യമായി ചെയ്യാനൊക്കെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ സ്കൂളിൽ തന്നെ പോകണം. അവരൊന്നും അവിടെ ശ്രദ്ധയുണ്ടായില്ല, അവർ ഒഴിവാക്കും. ഇങ്ങനത്തെ കുട്ടികള് ഡോർ തുറന്ന് പുറത്തു പോകും, ടീച്ചർമാർ പറഞ്ഞ അനുസരിക്കില്ല, പൂക്കി നിലവിളിക്കും, ഉരുളും, കുട്ടികളെ കണി കാണിക്കും, തൊടണമെന്നും അവന്റെ ശരീരത്തിൽ തൊടണമെന്നും അവർക്ക് ഇഷ്ടമല്ല. പലവരും പലതരത്തിൽ പലവരും അനുസരിച്ചിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഗവൺമെന്റ് സ്കൂളിലുള്ളവർ എന്ത് പറയും പറഞ്ഞാൽ, ഇവിടെ ചേർക്കേണ്ട, ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല, അവനെ ശ്രദ്ധിക്കാൻ കഴിയില്ല, നിങ്ങൾ അവിടെ ചേർക്ക് പറയും. അപ്പൊ രക്ഷിതാക്കൾ എന്ത് ചെയ്യും? ഗവൺമെന്റ് സ്കൂളിനെ ആശ്രയിക്കാൻ കഴിയില്ല, അവര് സ്പെഷ്യൽ സ്കൂളിൽ ഓട്ടോമാറ്റിക്കലി പോകും. അവിടെ ആകുമ്പോ ആയമാരും എല്ലാത്തിനും ആളും തരമൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് ഇങ്ങനത്തെ കുട്ടികളുടെ രക്ഷിതാക്കൾ അധികം പ്ലേ സ്കൂളിനെ ആശ്രയിക്കേണ്ടി വരുന്നത്. ഇപ്പോഴൊക്കെ എങ്ങനെയാ പറഞ്ഞാൽ ഗവൺമെന്റ് സ്കൂളിൽ ഇതിന് DRC അല്ലേ, DRC ഇന്ന് ടീച്ചർമാര് വരും. അവര് വന്നാൽ തന്നെ എങ്ങനെ പറഞ്ഞ, ഈ സാധാരണ കുട്ടികളുടെ ഒരു ക്ലാസ്സിൽ 50 കുട്ടികളുണ്ടെങ്കിൽ പിന്നെ പഠിപ്പിച്ചു കൊണ്ടുവരണമെങ്കിൽ ടീച്ചർമാർക്ക് ഭയങ്കര കഷ്ടമാണ്. അതിൻ്റെ കൂടെ ഈ കുട്ടികളിനെ അവർക്ക് എത്ര നോക്കാൻ പറ്റും? ഇതിൻ്റെ കൂടെ ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വന്നിട്ട് ആഴ്ചയിൽ ഒരു ദിവസം വരും. ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ അവർക്ക് കണക്കെഴുതാൻ തന്നെ ഒഴിവുണ്ടാവുള്ളൂ. ഈ കുട്ടികളുടെ കണക്കെടുക്കലും അവരിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒഴിവുണ്ടാവുള്ളൂ. പിന്നെ ഈ ടീച്ചർമാരിനെ പറഞ്ഞ് മനസ്സിലാക്കിയാലും ഇവർ കേൾക്കില്ല. എന്താണ്, ഇവർ അതിനേക്കാളും ഉയർന്ന വിദ്യാഭ്യാസം കൂടിയവരാണ്. അപ്പൊ ആ ഒരു പറഞ്ഞാലും പറഞ്ഞിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് പോകുന്ന ഒരു രീതിയുണ്ട്, 2 വഴിക്കായിരിക്കും. അപ്പൊ ഇതേ കേട്ട് ഇതേ വിടുക പറയും ചുരുക്കം. ഒരു നല്ല ക്ഷമ വേണം ഇങ്ങനെയുള്ള. അപ്പൊ അതൊരു അഡ്ജസ്റ്റ്മെന്റ് പോകും. വലിയ ശ്രദ്ധയൊന്നും അതിലുണ്ടായില്ല. ഇവര് ആഴ്ചയിൽ ഒരു ദിവസം വന്നുകൊണ്ട് കുട്ടികൾക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയൂല അവരിനെ കൊണ്ട്. പിന്നെ അവരിങ്ങനെ ഒരു രീതിയിൽ അങ്ങനെ പോകും. അപ്പൊ മൊത്തം ഈ കുട്ടികൾക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നും കിട്ടാൻ കുറവാണ്. പിന്നെ ഇവർക്ക് എന്താണ്, ഇങ്ങനത്തെ ഓട്ടിസം കുട്ടികൾക്ക് പറഞ്ഞാൽ അവർക്ക് സാമൂഹ്യ ബന്ധം കുറവാണ്. സാധാരണ ആളുകളായിട്ട് ഇടപഴകുക ഇതൊക്കെ കുറവാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇങ്ങനത്തെ സ്കൂളിൽ വിടുന്നത്. അവിടെ അങ്ങനെ കുറെ ദിവസം ഇരിക്കുമ്പോൾ ഇവർക്ക് അതിന് ഇഷ്ടപ്പെട്ട 1-2 കുട്ടികൾ, അവർക്ക് സാധാരണ കുട്ടികളാണല്ലോ, അവര് സ്നേഹം പിടിച്ചു പറ്റി ഇവരെ കൂട്ടിക്കൊണ്ടുപോകും, മൂത്രം ഒഴിക്കാൻ കൊണ്ടുപോകും, പുറത്ത് കൊണ്ടുപോകും, കളിക്കാൻ കൊണ്ടുപോകും, വലിച്ചു കൊണ്ടുപോകും, അവൻ്റെ കൂടെ കളിക്കും. അവരുടെ കളിയും രീതിയും കണ്ട് ഇവർ കുറച്ചൊക്കെ മാറ്റങ്ങൾ കുറച്ച് ഉണ്ടായി വരും. അതിനാണ് നമ്മൾ സാധാരണ സ്കൂളിൽ തന്നെ വിടുന്നത്. ഇപ്പോഴും വിടുന്നുണ്ട് സ്കൂളിൽ? ഇപ്പൊ വിടുന്നില്ല, 18 വയസ്സ് വരെ വിട്ടു. പിന്നെ കൊറോണ കാലമായപ്പോ ഞങ്ങൾ നിർത്തി. പിന്നെ സ്പെഷ്യൽ സ്കൂളിലാണ് വിട്ടത്. സ്കൂളിൽ പറഞ്ഞപ്പോ ഇത്തരം കുട്ടികളിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. സ്പെഷ്യൽ സ്കൂളിലാണെങ്കിൽ ശരി, ഞങ്ങളുടെ അനുഭവം വെച്ചിട്ട് അത് പറഞ്ഞിട്ട് സ്കൂളിലേക്ക് വിടാണ്ടിരിക്കാൻ പറ്റില്ല. സ്കൂളിൽ പറഞ്ഞാൽ സ്കൂളിൽ നിന്നാണ് സാമൂഹിക ബന്ധങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. രക്ഷിതാക്കൾ കഠിനമായി പരിശ്രമിക്കണം കുട്ടികളുടെ പിന്നാലെ. രക്ഷിതാക്കളുടെ കൂടെയാണ് കുട്ടികൾ. രക്ഷിതാക്കൾ കഠിനമായി പരിശ്രമിച്ചാലാണ് വലിയ മാറ്റം ഉണ്ടാവുള്ളൂ. ഞങ്ങൾ എന്ത് ചെയ്യും പറഞ്ഞാൽ പിന്നെ സ്കൂളിലേക്ക് വിട്ട കാലത്ത് സ്കൂളിലേക്ക് വിട്ടാൽ അവിടെ നിന്ന് പഠിച്ചൊക്കെ കഷ്ടപ്പെട്ട് വരുന്നതിൽ 4 മണിക്ക് വരും. ഇനി എന്താ അവനെ പഠിപ്പിക്കുന്നു പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്യില്ല. പൊതുവെ എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്.
അപ്പൊ അവരില് സ്കൂളിൽ നിന്നും അവര് നേരെ അധികം ഒന്നും ചെയ്യില്ല, ഇവിടെ നിന്നും ഒന്നും കിട്ടില്ല. അപ്പൊ എന്തായി, നമ്മ വിചാരിക്കും സ്കൂളിൽ നിന്ന് കിട്ടിയെന്ന്, അവിടെ നിന്നും ഇവിടെ നിന്നും ഇല്ലാണ്ട് പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട് ഇതിന്റെ ഇടയിൽ. അപ്പൊ രക്ഷിതാക്കൾ എന്ത് ചെയ്യണം പറഞ്ഞാൽ അവര് നന്നായി പ്രവർത്തിക്കണം. രക്ഷിതാക്കൾക്കാണ് തെറാപ്പി കിട്ടുന്നുണ്ട്, ട്രെയിനിങ് കിട്ടുന്നുണ്ട്, കുട്ടികൾക്കല്ല. എന്നിട്ട് അമ്മമാര് ഈ രക്ഷിതാക്കളും ആ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ, മുത്തപ്പനുണ്ടെങ്കിൽ മുത്തച്ഛൻ, കുട്ടികളുടെ കുട്ടികൾ, ഇവരെല്ലാവരും ഇവർക്ക് വേണ്ടി ശ്രമിക്കണം. അപ്പൊ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായി വരും. മാമയുടെ കാര്യം ചോദിക്കുകയാണെങ്കിൽ മറ്റൊരു കുടുംബം വേണ്ട എന്ന് പറഞ്ഞിട്ട് സുജിക്കുട്ടൻ്റെ ഒപ്പം നിൽക്കാൻ എന്തായാലും ഒരു കാരണം ഉണ്ടാവും. എന്താണ് അതിനൊരു കാരണം? എന്താ? ഞാൻ മൊത്തത്തിൽ കല്യാണം കഴിക്കണില്ല എന്ന് വിചാരിച്ചു കൊണ്ട് ഇരുന്നത് തന്നെയാണ്. അതായത് സുജിക്കുട്ടൻ ഉണ്ടാവുന്നതിന് മുമ്പ് അങ്ങനെ ഞങ്ങൾ 8 മക്കളാണ്, ഞാനാണ് മൂത്തത്. അപ്പൊ ഞങ്ങൾക്ക് ചില സാമ്പത്തികമായ എന്റെ വാപ്പ 15 വയസ്സില് രോഗിയായി കിടന്നു. അപ്പൊ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആ കാലഘട്ടങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. മാമാക്ക് 15 വയസ്സായിരിക്കുന്ന അല്ല 15 വയസ്സിൽ തന്നെ ഇല്ലാണ്ട് വാപ്പ വയ്യാണ്ട് കിടന്നു. അന്ന് മുതൽ ഈ ഉത്തരവാദിത്തങ്ങൾ എനിക്കുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടും മടുത്തും എനിക്ക് മതിയായി. ഈ വിവാഹ ജീവിതം, അഡ്ജസ്റ്റ്മെന്റ് ജീവിതം. നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്, ഞാൻ ഇത്തിരി കോപക്കാരനാണ്, ഇപ്പോഴത്തെ മാതിരിയല്ല. അപ്പൊ അഡ്ജസ്റ്റ്മെന്റുകളും വിവാഹ ജീവിതം പറഞ്ഞ അങ്ങനെയാണ്. ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. പല പൊരുത്തക്കേടുകളും കണ്ട് മനസ്സിലായി ഞാൻ അതിനൊക്കെ ഒഴിവാക്കിയ ആളാണ്. അപ്പൊ അങ്ങനെ ഇരുന്ന് ഞാൻ എൻ്റെ ചെരുപ്പ് കട, എനിക്ക് തൊഴിലുകളൊക്കെ ഉണ്ട്, അത്യാവശ്യം കൃഷികളൊക്കെ ഉണ്ട്. അതൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ശുചിക്കുട്ടനിക്ക് ഒരു 10-14 വയസ്സായപ്പോൾ ഇവൻ ഭാര്യ വലിച്ചെറിയ, എറിഞ്ഞൊടിക്കുക, ഫ്രിഡ്ജ് ഒടിക്കുക, തല്ലി ഒടിക്കുക, എന്തൊക്കെ ഉണ്ടോ നാശനഷ്ടങ്ങൾ അതൊക്കെ ഉണ്ടാക്കുക. ഉറക്കൂല്ല, ഇവർക്കൊന്നും ഉറക്കൂല്ലാണ്ട് മതിയായി. അങ്ങനെ ക്ഷീണിച്ച് ഇവര് ആത്മഹത്യ ചെയ്യുന്ന ഒരു ലെവലിൽ വരയ്ക്ക് എത്തി. പല രക്ഷിതാക്കളുടെയും കഥയൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോ ഞാൻ പറഞ്ഞു, ഇവരിങ്ങനെ ആയി, എന്തെങ്കിലും പ്രശ്നമായാലോ, ശരി നമ്മ ഇങ്ങനെ ഉണ്ടല്ലോ, ശരി ഞാനിരിക്കുന്ന കാലം എൻ്റെ സപ്പോർട്ട് ഉണ്ടാവും, ഞാൻ കൂടെ നിൽക്കാ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പോകുമായിരുന്നു. ഞാൻ ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഉറങ്ങാൻ വേണ്ടി, ഇവർക്കൊന്ന് ഉറക്കം കിട്ടാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പോയി ഞാനൊന്ന് അവൻ്റെ കൂടെ ഇരിക്കും, അവർ ഒറ്റയ്ക്ക് ഉറങ്ങും. അങ്ങനെ പോയി എനിക്ക് പിന്നെ ഇവൻ്റെ കൂടെ അങ്ങനെ ഓട്ടോമാറ്റിക് അങ്ങനെ സ്നേഹം അങ്ങനെ വരാൻ തുടങ്ങി. സ്നേഹം വന്ന് പിന്നെ എനിക്ക് വിട്ടുപിരിയണ്ട. ഇപ്പൊ ഞാൻ എൻ്റെ ഉമ്മയൊക്കെ തറവാട്ടുണ്ടെങ്കിലും ഞാൻ അവിടെ പോയി ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചടാന്ന് ഒപ്പിച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇങ്ങോട്ട് വരും. ഇപ്പൊ എനിക്ക് പിന്നെ വിട്ടുപിരിയാൻ പറ്റാത്ത ഒരു ലെവല് മാതിരി ആയിട്ടുണ്ട്. ആ ഇടയ്ക്ക് പിന്നെ കല്യാണം കഴിക്കണം എന്നുള്ള ചിന്തയും ഇല്ല, അതെനിക്കില്ല. അത് ഞാൻ നേരത്തെ വിട്ടു. കല്യാണം കഴിക്കാൻ എപ്പോഴും ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ആളുകൾ കഴിക്കുന്നുണ്ട്, 60-90 വയസ്സായാലും കഴിക്കുന്നുണ്ട്. അതൊരു വിഷയമില്ല. നമുക്ക് അതിനെ പറ്റിയൊന്നും താല്പര്യമൊന്നും ഇല്ല. ഇവന് വേണ്ടി ജീവിക്കും. നമ്മൾക്ക് ജീവിച്ചിരിക്കുമ്പോ ആർക്കെങ്കിലും ഒരു ഉപകാരം അതുകൊണ്ട് ഉണ്ടാകുക, അത്രേ. നിങ്ങളെ നിർബന്ധിച്ചില്ല ആളെ? ഇല്ല, ഞങ്ങളെല്ലാവരും നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മാമ ഞങ്ങളെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തിയത്. ഞങ്ങൾക്ക് 1.5 വയസ്സ് വ്യത്യാസമാണ്, ഒരു അച്ഛൻ്റെ സ്ഥാനമാണ്. അപ്പൊ മാമാക്ക് ഞങ്ങൾ മക്കളാണ് ശരിക്കും. അപ്പൊ ഞങ്ങളുടെ ഉയർച്ചയാണ് മാമ കാണുന്നത്. പിന്നെ ലാസ്റ്റ് ആൾക്ക് മനസ്സിലായി കല്യാണം കഴിഞ്ഞതൊക്കെ തന്നെ എൻ്റെ ഒരു കുടുംബ ജീവിതം വലിയൊരു ഭാരാപ്തമാണിത്. കഴിഞ്ഞവരൊക്കെ പലവരും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നല്ല ആൾക്കാരുണ്ടല്ലോ അന്വേഷിക്കുമ്പോൾ നമുക്ക് അതൊക്കെയാണ് ജീവിതം എന്ന് തോന്നി. പിന്നെ മാമ ഭയങ്കര ദേഷ്യക്കാരനാണ്. മാമ കടയിൽ നിന്ന് വരുമ്പോ തന്നെ ഞങ്ങളിവിടെ സന്തോഷിച്ച് ചിരിക്കുകയാണെങ്കിൽ ഞങ്ങളൊന്നും അധികം ചിരിക്കില്ല. വെള്ളമാ പിടിക്ക്. മാമ പുറത്ത് പോയി വരുമ്പോ ഞങ്ങളിവിടെ ചിരിയും കളിയായിട്ട് ഇരിക്കുന്നുണ്ടാവും. മാമ വരികയാണെങ്കിൽ ഞങ്ങളൊക്കെ ചിരിക്കാതിരിക്കും. അത്രയും ദേഷ്യക്കാരനാണ് ആള്. ഞാൻ സിജുവിന് കൂടിയ പിന്നെയാണ് എന്റെ ദേഷ്യങ്ങളൊക്കെ ഒതുങ്ങിയത്. അവനില് കൂടിയപ്പോ ഞാൻ ക്ഷമയും പഠിച്ചു, എല്ലാം പഠിച്ചു. ഇവന്റെ കൂടെ ഇരിക്കണെങ്കിൽ ആ ക്ഷമന്റെ ഏറ്റവും അറ്റം കാണണം. ഇവര് ഏത് സമയത്ത് എന്ത് പണി ചെയ്യും, എന്ത് പണി പറയും, ഏത് ലെവലില്. ഓട്ടിസം കുട്ടികളുടെ കൂടെ ജീവിക്കണമെങ്കിൽ ക്ഷമ വേണം. അത് ഇവനിലൂടെ എനിക്ക് കിട്ടിയ വലിയൊരു മാറ്റമാണ്. എപ്പോഴെങ്കിലും ഉപദ്രവിക്കാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, അവനായിട്ട് ഒരിക്കലും ഉപദ്രവിക്കില്ല. ഇതിപ്പോ എന്റെ കൂടെ ബ്ലേഡ് തട്ടി പൊളിഞ്ഞിട്ടുണ്ട്. അവൻ തട്ടിയിട്ട് ആയതാണ്. ഫുള്ള് പൊളിഞ്ഞത് അങ്ങനെ ഇതായി വന്നു. പക്ഷെ അവനായിട്ടല്ല. അവനിക്ക് ഒരിക്കൽ ഷേവിങ് ചെയ്യണമെങ്കിൽ മുടി വെട്ടണമെങ്കിൽ 1 ദിവസത്തെ പണിയാണ്. മുന്നേ ഒരു ദിവസം ചിലപ്പോ 2-3 ദിവസമൊക്കെ ആവും. ഇവൻ ഒരു വെട്ട് ഓടും, പിന്നെ ഇരിക്കില്ല, പിന്നെയും ഒരു വെട്ട് ഓടും, ഇരിക്കില്ല. ഒരു 4 വർഷം മുമ്പ്, കുറെ മുമ്പുള്ള കാര്യം പറയുന്നു. അങ്ങനെയൊക്കെയാണ്. പിന്നെ അങ്ങനെ ഇരുന്ന് തരും.
അങ്ങനെ ഇരിക്കുമ്പോൾ ഷേവിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്കിത് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് കഴിക്കണമല്ലോ പണി. അതെ അതെ. അപ്പൊ ഇത് പകുതി മുക്കാലായപ്പോ ഇവൻ പറ്റില്ല എന്നായി. പറ്റില്ല പറഞ്ഞ് നമ്മൾ ഒഴിവാക്കണം. പക്ഷെ നമുക്ക് നമ്മുടെ കാര്യം നടക്കണം. അതാണ് ക്ഷമയാണ് വേണം പറയുന്നത്. അപ്പൊ ഇവൻ ഒറ്റ തട്ടി അതങ്ങനെ എന്റെ കൂടെ അങ്ങനെ ഫുള്ള് പൊളിഞ്ഞു ഇങ്ങനെയായി. ഞാൻ പിന്നെ സ്റ്റിച്ച് നോട്ടില്ല, നമ്മ പ്രകൃതി അങ്ങനെ ഞാൻ അങ്ങനെ പിടിച്ചിട്ട് ഈ മുറുകൂട്ടി പറഞ്ഞൊരു ഇലയുണ്ട്, അതിലിങ്ങനെ കസ്കി തേച്ചുകൊണ്ട് അങ്ങനെ വെച്ചിട്ട് അങ്ങനെ ഇരുന്നു. ഇവരൊക്കെ കുറെ അവിടെ പോകുക പറഞ്ഞു. അങ്ങനെ വെച്ച് ഇതങ്ങനെ ഇത് തൂങ്ങിയിട്ട് പറഞ്ഞ ഇത്രയും സോഫ്റ്റായ ഒരു സ്ഥലം വേറെ ഇറച്ചി ഉണ്ടോ അത്രയും സോഫ്റ്റ് ആണ്. അങ്ങനെ വെച്ച് അങ്ങനെ ഇതാക്കി പിന്നെ അതങ്ങനെ ശരിയായി. അപ്പൊ നമ്മൾ അന്ന മാതിരി പിന്നെ പറ്റാത്ത കാര്യങ്ങൾ നിർബന്ധിക്കുമ്പോഴാണ് ഇവര് പല അക്രമ സ്വഭാവങ്ങളും കാണിക്കുന്നത്. നമ്മൾ അത് ചെയ്യ് ഇത് ചെയ്യ് അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ് പറഞ്ഞ് വിളിക്കുമ്പോ ഇവർക്ക് ഇപ്പൊ തന്നെ ഒരാൾ ഷെയ്ക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ വെറുതെ ഇവർക്ക് കുലുക്കാൻ പറ്റില്ല. ഷെയ്ക്കൻഡ് കൊടുത്ത ഒരു കുലുക്കി അപ്പൊ തന്നെ കൊടുത്തു. രണ്ടാം പ്രാവശ്യം കുലുക്കി അവർക്ക് ഇഷ്ടപ്പെടില്ല, അവൻ തട്ടും. അപ്പൊ നമ്മ പിന്നെയും നിന്നാൽ അവൻ പറഞ്ഞ ഒരു നാം കൊണ്ട് ഒരു അമുക്കും. അല്ല എനിക്കൊരു നുള്ളു കിട്ടി, ഞാൻ അപ്പൊ ഞാൻ കാര്യം ഷെയ്ക്കൻഡ് കൊടുക്കാൻ പോണ പറഞ്ഞാൽ അവന്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ അല്ല ഞാനിങ്ങനെ ജസ്റ്റ് കൊണ്ട് കൊടുത്തപ്പോ തന്നെ എനിക്കൊരു നുള്ളു കിട്ടി. ഞാൻ പിന്നെ മിണ്ടാതെ പോകുന്നു, ഞാൻ വഴിക്ക് വരണ്ടെന്നുള്ളത്. ഇപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു 6-7 വർഷമായെന്ന് അറിയാം. പക്ഷെ ഒരു ബിസിനസ് എന്നുള്ളത് ഷിജുക്കുട്ടിനെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള എല്ലാവർക്കും വലിയ ക്വസ്റ്റ്യൻ ഉണ്ട്. യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം അങ്ങനെ പറഞ്ഞ ഇവൻ വീട് വിട്ട് ഇറങ്ങിപ്പോണ പരിപാടി ഉണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ളൂ, രാത്രി ഉറങ്ങിക്കിടക്കുക ചെയ്യുമ്പോ നമ്മൾ നടക്കാനൊക്കെ കൊണ്ടുപോകും. അപ്പൊ കടകളൊക്കെ കാണുമല്ലോ. അപ്പൊ ആ കടയിൽ നിന്ന് സാധനം വാങ്ങാൻ പറഞ്ഞു. രാത്രി അറിയും കിലോമീറ്റർ കണക്കിന് ദൂരം നടന്നു പോയി ഉണ്ടായി. ഇടയ്ക്കിടയ്ക്ക് പോകും, അടുത്ത് നമ്മൾ പിടിക്കും. അങ്ങനെ ഉണ്ടായപ്പോ ഇവ വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കുന്ന കുട്ടികൾ, ഞങ്ങൾ ടൗണിൽ ഇരിക്കണം, അടുത്ത വീട്ടുകാർക്ക് ഓരോരുത്തരും അറിയില്ല. പുറത്ത് പോയാലും അറിയില്ല. ഇവനെ നമുക്ക് പിടിച്ച് നഷ്ടപ്പെട്ടു പോയ വിഷമം തന്നെയല്ലേ. അപ്പൊ ഞങ്ങള് ഗേറ്റ് പൂട്ട് പതിവാണ്. എന്നാലും ആരെങ്കിലും ചിലപ്പോൾ മറക്കും. ഇവൻ ആ സാഹചര്യം നോക്കിയിട്ട് ടപ്പ് ചാടും. അപ്പൊ ഇവനെ 4 ആള് അറിയണം, കുറച്ച് അടുത്തുള്ളവർ അറിഞ്ഞോട്ടെ എന്നുള്ള ബേസിൽ പുറത്തു പോയാലും കണ്ട് തിരിച്ചറിഞ്ഞ് ഒരു കുട്ടിയുണ്ടെന്ന് അറിഞ്ഞോട്ടെ കൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ്. അന്ന് ഇന്നത്തെ ഭിന്നശേഷി കുട്ടികളിലൊന്നും യൂട്യൂബ് ചാനലൊന്നും ഇല്ല. അമേരിക്കയിലാണ് ഉള്ളത്. ആദം ഓട്ടിസം പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അവര് ആ കുട്ടിന്റെ എല്ലാ കഥകളും അതിലിടും. അങ്ങനെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അന്ന് ആരും ഇല്ല, സത്യത്തിൽ ആരും തന്നെ ഇല്ല. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ തുടങ്ങിയത്. പിന്നെ ഞങ്ങൾ കുക്കിംഗ് ചാനലായപ്പോ കൊറോണ വന്നപ്പോ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങി. ഞങ്ങൾ ഭക്ഷണം കഴിക്കണ എല്ലാവർക്കും എന്തെങ്കിലും വിഷമം തോന്നിയതാണ് ഞങ്ങൾ അത് ക്ലോസ് ചെയ്തത്. പിന്നെ കൊറോണ കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ പിന്നെയും തുടങ്ങിയത്. ഷിജുക്കുട്ടിനൊക്കെ ഒരു 2 വർഷം മുമ്പ് 110 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കിയപ്പോ ഞങ്ങൾ നടത്താൻ കൊണ്ടുപോകും, പല എക്സസൈസും ചെയ്തു. പിന്നെ എക്സസൈസിനൊന്നും ഇവര് നിറയെ കിട്ടില്ല. ഇവരൊന്നും എക്സസൈസ് പറഞ്ഞതിന് ശ്വാസം വലിക്കേണ്ട അവിടേക്ക് വലിക്കണം, നിർത്തേണ്ട അവിടേക്ക് നിർത്തണം, ഒരു രീതിയുണ്ട്. അതില്ലെങ്കിൽ അതിനേക്കാളും പ്രശ്നം വരും. അപ്പൊ അത് നോക്കിയപ്പോ പിന്നെ ആ ലെവലിൽ കിട്ടില്ല. പിന്നെ നടത്താൻ കൊണ്ടുപോകും. ഞാനൊരു 3 കിലോമീറ്ററോളം നടത്താൻ കൊണ്ടുപോകും. അതിലൊന്നും കുറഞ്ഞു കിട്ടിയില്ല. അപ്പോൾ ഇവനാണെങ്കിൽ ഇഷ്ടംമാതിരി ആഹാരം കഴിക്കും. ഞങ്ങൾ ആഹാരങ്ങളെ പൊടിച്ചു വെക്കും, ആവശ്യത്തിന് കൊടുക്കുള്ളൂ. അങ്ങനെ ആയപ്പോഴാണ് മില്ലറ്റിലേക്ക് കടന്നത്. അപ്പോൾ ഒരു നേരം എനിക്ക് മില്ലറ്റ് കൊടുക്കും. മില്ലറ്റ് കൊടുത്ത് ചെറുതായി കുറയാൻ തുടങ്ങി. ഇപ്പം അവന് 91 കിലോനെ വെയിറ്റ് ഉള്ളൂ. അത്ര കിലോ കുറഞ്ഞിട്ടുണ്ട്. അവൻ ആഹാരം കഴിച്ചുകൊണ്ട് തന്നെയാണ് ഈ കുറഞ്ഞിരിക്കുന്നത്. അപ്പം ശരി, നമ്മൾക്കെന്ന് അങ്ങനത്തെ ഒരു ബിസിനസ് തുടങ്ങാൻ പറഞ്ഞ് ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും പലവിടെ നിന്നും മില്ലറ്റുകൾ ബാഗ് വാങ്ങി അത് വീട്ടിൽ നിന്ന് തന്നെ പാക്ക് ചെയ്ത് ഞങ്ങൾ ഓൺലൈനിലായിട്ടും പല രീതിയിലായിട്ടും കടകളിലൊക്കെ ആയിട്ട് കൊടുത്ത് അവനിപ്പോൾ ബിസിനസ് ചെയ്യുന്നുണ്ട്. ആളുടെ പേര് തന്നെയല്ലേ ബിസിനസ്? ഇവന്റെ പേർക്ക് ലൈസൻസ് ഒന്നും കിട്ടില്ല. ലൈസൻസ് ഇല്ലെങ്കിലും ലൈസൻസ് ഒക്കെ ഉമ്മാന്റെ പേരില്, ഇവന്റെ പേർക്ക് ഒന്നും കിട്ടില്ല. ഇവനക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇവർക്ക് അങ്ങനത്തെ ഒരു ഗവൺമെന്റിന്റെ ബാങ്കിന്റെ ഇടപാട് പോലും ഇവര് മറ്റുള്ളവരിലാണ് കൈകാര്യം ചെയ്യുക. രക്ഷിതാക്കളാ, ഗാർഡിയൻഷിപ്പ് അവരാണ് ഇതിന്റെ എല്ലാ കൈകാര്യം ചെയ്യുന്നത്. ഒപ്പിടാനൊക്കെ അവർക്ക് അധികാരം ഇവർക്കില്ല. അങ്ങനെയാണ് ഈ ഗവൺമെന്റ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് വേറെ സപ്പോർട്ട്, ഗവൺമെന്റിൽ നിന്ന് ഒരു സപ്പോർട്ടും കിട്ടില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പൊ ഗവൺമെന്റ് ഇവർക്ക് ഇങ്ങനത്തെ കുട്ടികൾക്ക് സഹായിക്കാൻ അവരുടെ അമ്മമാർക്ക് 25,000 കൊടുക്കാൻ പറയുന്നുണ്ട്. അതിനൊക്കെ ഒരുപാട് കടമ്പകളാണ്. 25,000 കിട്ടാൻ അവര് 1 കോടി ഉറുപ്പ്യ തരുന്നതിന്റെ പണിയാണ് അവർ ചെയ്യിപ്പിക്കുക. പല
ഓഫീസ് വർക്കുകളും കയറി ഇറങ്ങി. ഇതിനൊക്കെ ആരാപ്പോൾ ഇങ്ങനത്തെ കുട്ടികളെയും വെച്ച് ഓഫീസിൽ കയറി ഇറങ്ങാനും സാധിക്കില്ല. ഇപ്പം നമ്മ വരുന്ന പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുമാതിരി എല്ലാം ഓരോ അമ്മമാർ, അവർക്കൊന്നും ഇവരിന് വിട്ട് ഒരു മിനിറ്റ് പുറത്തു പോകാൻ പറ്റില്ല. ഒരു അമ്മയ്ക്ക് ഒരു കണ്ണ് കുട്ടിൻ്റെ പിന്നാലെയാണെങ്കിൽ പണി ചെയ്യുന്ന അവിടെ ഒരു കണ്ണ് ഇവിടെയും വേണം. 1.5 വയസ്സായ കുട്ടികളിനെ അങ്ങനെ ശ്രദ്ധിക്കണം. അന്നമാതിരി ഇങ്ങനെയുള്ള കുട്ടികളെ ശ്രദ്ധിക്കണം. അത് 30 വയസ്സായാലും ശരി, 50 വയസ്സായാലും ശരി. അല്ലെങ്കിൽ ഇവർ എന്തെങ്കിലും വിക്രസുകൾ ഉണ്ടാക്കി ബുദ്ധിമുട്ടുണ്ടാക്കി അപകടങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ആത്മഹത്യാ പ്രവണത കുറച്ച് കൂടുതലാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആത്മഹത്യ ചില ചെയ്യാന്ന് കുട്ടികൾ ഇവർക്ക് അറിയില്ല. ഇല്ല, ചില കുട്ടികൾ ചില കുട്ടികളുണ്ട് ഇവർക്ക് അങ്ങനെ അറിയില്ല. ഇത്തിരി ഡെവലപ്മെന്റ് ഉള്ള കുട്ടികൾ അങ്ങനെ ചെയ്യും. പ്രവണത കൂടുതലുള്ളത് അച്ഛനമ്മമാർക്കാണ്. ഓ എന്താ പറഞ്ഞ അവരാണ് കൂടുതലും ടെൻഷൻ ഉള്ളത്. അവരിനെയാണ് ചേർത്ത് പിടിക്കുക. ഈ കുട്ടികളെക്കാളും കൂടുതൽ രക്ഷിതാക്കളിനെയാണ് സാധാരണ ജനങ്ങളും എല്ലാവരും ചേർത്ത് പിടിക്കേണ്ടത്. ഗവൺമെന്റും നമ്മളെല്ലാവരും ചേർത്ത് പിടിക്കേണ്ടത് രക്ഷിതാക്കളിനെയാണ്. സമൂഹത്തിൽ എല്ലാവരും ഇവരെ ചേർത്ത് പിടിക്കണം. അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കണം. ഇങ്ങനത്തെ കുട്ടികളിൽ നിന്ന് ഒരു കാലത്ത് പുറത്താരും കാണിക്കില്ല. നമ്മൾ യൂട്യൂബ് ചാനൽ വന്ന പിന്നെ എത്രയോ ആളുകൾ ഞങ്ങൾ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഈ പൊട്ടനെയൊക്കെ എന്തിനാ പുറത്ത് കാണിക്കുന്നത്? ഇവനെയൊക്കെ ഇതിനെ പുറത്ത് കൊണ്ടുവന്ന് പിന്നെ കല്യാണത്തിന് വിളിക്കില്ല, കല്യാണ സാഹചര്യത്തിൽ വീടിരിക്കുന്നതിന് വിളിക്കില്ല. അത് പറഞ്ഞ പിന്നെ കൊണ്ടുവരുന്നൊക്കെ ലക്ഷണക്കടയിച്ച പലവരും കാണുന്നത്. അങ്ങനത്തെ ഒരു കാലഘട്ടങ്ങളൊക്കെ മാറി മാറി ഇതൊക്കെ ഇങ്ങനെ മാറി ഇപ്പൊ ഇവനെയൊക്കെ ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരുപാട് മാറാനുണ്ട്. എന്നാലും നമ്മുടെ കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ നമ്മളും കൂടി ഒരു കാരണക്കാരാണ്. പല സാമൂഹിക സംഘടനകളും എല്ലാവരും കാരണക്കാരൻ തന്നെയാണ്. ഇപ്പൊ യൂട്യൂബ് ചാനൽ പലർക്കും തുടങ്ങാൻ കാരണക്കാരൻ നമ്മളാണെന്ന് തന്നെ പറയാം. ഇങ്ങനത്തെ കുട്ടികളെ കൊണ്ടുവരും. എന്താ പറയുക, നമ്മുടെ കാലഘട്ടത്തിൽ ആരും തന്നെ ഇല്ല. ഒരു അനീതി കൂടി ഉണ്ട് ആൾക്ക്. എങ്ങനെ അനീതിയായിട്ടുള്ള ഒരു സ്നേഹം എങ്ങനെയാ? ആളുമായിട്ട് നല്ല കമ്പനിയാണോ? അല്ല, ഇവനിക്ക് പൊതുവെ കുട്ടികളുടെ കൂടിയൊന്നും അങ്ങനെ കളിക്കില്ല. അവളൊന്ന് തൊടും ഉമ്മ വെക്കുന്നുണ്ടെങ്കിൽ അതോടുകൂടി കഴിഞ്ഞു. ഇവരങ്ങനെ ആരും കളിക്കാൻ അങ്ങനെ ഇഷ്ടപ്പെടില്ല. അപ്പൊ അങ്ങനെ തൊട്ടാൽ തന്നെ നമ്മൾ തട്ടി. പക്ഷെ ഇത് അനീതിയാണെന്ന് അതൊക്കെ അറിയാം. എല്ലാവരും അറിയും. ഇപ്പൊ കണ്ടില്ലേ, അവനിക്ക് എത്ര കാലം കഴിഞ്ഞാലും അറിയും. അങ്ങനെ എല്ലാവരും അറിയും, വഴികൾ അറിയും, എല്ലാം അറിയും. അവർക്ക് ആശയവിനിമയം നടത്താൻ കഴിയില്ല, സംസാരിക്കാൻ പറ്റില്ല. പിന്നെ സംസാരിക്കാൻ കഴിയുന്നവരും ഉണ്ട്. കഴിയുന്ന കുട്ടികൾ ഒരുപാട് കഴിവുള്ളവരും ഉണ്ട്. ഓട്ടിസം കുട്ടികളിൽ വ്യത്യസ്തമായ നല്ല കഴിവുള്ളവരുണ്ട്. നമ്മ കഴിവില്ലാത്തവന്റെ ബുദ്ധിമുട്ടാണ് നമ്മ പറയുന്നത്. അവരാണ് ഒരുപാട് കഷ്ടപ്പെടുന്നത്. സംസാര ശേഷിയുള്ളവർക്ക് പിന്നെ പ്രശ്നമില്ലല്ലോ. തീർച്ചയായിട്ടും ഇല്ലാത്തവന്റെ കാര്യം നമ്മ പറയുന്നത്. തെറ്റില്ലാത്തവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ സപ്പോർട്ട് വളരെ കുറവാണ്. പിന്നെ ഇതൊക്കെ ഇതൊക്കെ ഒരു അമ്മ, ഒരു രക്ഷിതാവിന് ഇങ്ങനത്തെ കുട്ടികൾക്ക് എല്ലാ കുട്ടികളുടെ രക്ഷിതാക്കളും ഇങ്ങനെ തുടങ്ങണം എന്നാണ് പറയുന്നത്. ഒന്നുമില്ലെങ്കിൽ ഇഡ്ഡലി മാവ് ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ഇഡ്ഡലി പൊടി ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാവ് ഉണ്ടാക്കിയിട്ട് പൊടിച്ചിട്ട് ഇവന്റെ പേരിൽ പാക്ക് ചെയ്ത് വിറ്റ് കഴിഞ്ഞാൽ അമ്മമാർക്കും എന്തെങ്കിലും ഒരു ചെറിയ വരുമാനമായി, ഇവർക്കും ഒരു വരുമാനമായി. പിന്നെ ഇവർക്ക് നല്ല മാറ്റങ്ങളുണ്ടാവും. നമ്മളിത് പാക്ക് ചെയ്യിപ്പിക്കണോ, പൊടിക്കണോ, ഒട്ടിക്കണോ, ഇതിനൊരു തൊഴിലുമാതിരി എല്ലാ സമയവും ആ കൃത്യസമയത്ത് അതിൽ കൊണ്ടുപോകണം. അങ്ങനെ ഇവരിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ഇതിനെപ്പറ്റി എവിടെയെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഗവൺമെന്റിന് എല്ലാം അറിയാം. ഇപ്പൊ ഒരു 10 ഓട്ടിസം കുട്ടികളുടെ അമ്മമാർക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ കുട്ടികൾക്ക് അറിയുന്നതിനേക്കാളും അറിവ് ഗവൺമെന്റിനും അതിന് പിന്നിൽ നടക്കുന്നവർക്കും അറിയും. ഇപ്പൊ നമ്മള് പാൽ സൊസൈറ്റിയിൽ പാൽ അളക്കുന്നവർക്ക് സബ്സിഡി കൊടുത്തിട്ടാണ് അവർ നിലനിൽക്കുന്നത്. നെൽകർഷകൻ സബ്സിഡി കൊടുത്തിട്ടാണ് നിലനിൽക്കുന്നത്. റബ്ബർ കർഷകൻ സബ്സിഡി കൊടുത്തിട്ടാണ് നിലനിൽക്കുന്നത്. തേങ്ങ കർഷകൻ, തെങ്ങ്, എല്ലാവർക്കും സബ്സിഡി കൊടുത്തിട്ടാണ് നിൽക്കുന്നത്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ആവശ്യത്തിന് ശമ്പളം കൂട്ടിയിട്ടാണ് അവർ നിലനിൽക്കുന്നത്. എല്ലാവർക്കും ഗവൺമെന്റ് സഹായിച്ചിട്ട് നിലനിൽക്കുന്നത്. ഈ കുട്ടികൾക്ക് മാത്രം എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് എന്തുകൊണ്ട് ഇവർക്ക് സഹായിച്ചുകൂടാ? പലവരും പല തരത്തിലാണ്. നമ്മൾ ഒരേമാതിരി എല്ലാവരും കാണാൻ പറ്റും. ഇതൊക്കെ ഗവൺമെന്റ് നന്നായിട്ട് അറിയാം. നമ്മളെക്കാളും കൂടുതൽ മന്ത്രിമാർക്കറിയാം, ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം. പക്ഷെ ആരും ഇതിലേക്ക് കേരളം എത്രയോ മെച്ചമാണ്, മറ്റു സ്റ്റേറ്റിനെ വെച്ച് എത്രയോ മെച്ചമാണ്. കാനഡമാരിലുള്ള രാജ്യത്തൊക്കെ പോയി സിജുവിനെ ഞങ്ങൾക്ക് നോക്കാൻ വയ്യ, ഞങ്ങൾ 2 വഴിക്കേക്ക് ജോലിയാണ്, നിങ്ങൾ നോക്കി പറഞ്ഞാൽ അവനിക്ക് ഇവിടെ നിന്ന് മലയാളികൾ 2-3 ലക്ഷം പോയി ശമ്പളം വാങ്ങിയിരിക്കുന്നില്ലേ. അങ്ങനെയുള്ളവരാണ് ഇവര് നോക്കുന്നത്. ഒരു കുട്ടിക്ക് ഒരാളിനെ വെക്കണം, 3-4 ലക്ഷം ശമ്പളം കൊടുത്തിട്ട് ഒരാളിനെ വെക്കണം അവര് നോക്കാൻ. അതാണ് ആ രാജ്യം ചെയ്യുന്നത്. അവര് ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ആ രാജ്യം തന്നെ നിലനിൽക്കുന്നത്. അവരുടെ അധികാരം കേട്ടോ ബാക്കി എല്ലാവർക്കും അവിടെ അധികാരമുള്ളൂ. നമ്മുടെ കേരളത്തിൽ പിന്നെ സാമൂഹിക സംഘടനകൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയാ. ഇപ്പം ഈ അടുത്ത് കണ്ട ന്യൂസില് ഭിന്നശേഷിയുള്ള ഒരു കുട്ടീനെ അല്ലേ പീഡിപ്പിച്ചേ, അതൊരു പോലീസുകാരൻ. നമുക്ക് എന്ത് പറയാൻ പറ്റും? അതെ
പിന്നെ ഭിന്നശേഷി കുട്ടികൾ നമുക്ക് ഒരുപാട് അറിയാം. നമ്മൾക്ക് ഒരു ദിവസം 5-6 ആൾക്കാർ ദിവസം ഫോൺ വിളിക്കും പലതരത്തിലും. ഇവരുടെ വിഷമം ഇപ്പോൾ ഒരു സാധാരണ ഒരാളുടെ വിഷമം ഒരാൾക്ക് പറഞ്ഞാൽ അത് പൊട്ടൻ്റെ അമ്മ പറഞ്ഞാൽ അവർ വിടുതി കേട്ട് രുതി വിടും. ഒരു ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കളുടെ സങ്കടവും വിഷമവും കേൾക്കാൻ പോലും പലരും തയ്യാറില്ല. അപ്പൊ നമ്മളുമാരുള്ള ഒരു അതേമാതിരിയുള്ള ഒരു അമ്മമാരെ കേൾക്കാൻ തയ്യാറാവുള്ളൂ. എന്തെങ്കിലും ആക്ടിവിറ്റി ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, പാട്ടൊക്കെ എങ്ങനെ മോളിപ്പാട്ടാണ് പാടുക. എല്ലാ പാട്ടും എനിക്കറിയാം. അറിയാം. അവനിക്ക് നമ്മള് എന്തെങ്കിലും ദേഷ്യമാണ് വയ്യ പറഞ്ഞൊരു പാട്ടിട്ട് കൊടുത്ത് അവൻ സുഖമായിട്ട് പോക്കും വെച്ച് കടന്ന് കാലൊക്കെ ഇങ്ങനെ ഇളക്കി, നമുക്കൊന്നും ഇളക്കാൻ കഴിയും, വിരലൊക്കെ ഇങ്ങനെ ഇളക്കിയിട്ട് അവൻ ആസ്വദിച്ചു. ഇപ്പൊ അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ എഴുതി കൊടുത്ത് പാട്ട് പോലെ ഞാൻ എഴുതി കൊടുക്കും. ഇപ്പൊ തുടങ്ങിയതാണത്. അതിങ്ങനെ വർഷങ്ങളോളം നമ്മ ട്രെയിനിങ് കൊടുത്ത് അക്ഷരങ്ങൾ ഇപ്പൊ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഒരു 10-18 വയസ്സ് കഴിഞ്ഞാലും കുട്ടികൾ തീരെ സംസാരിക്കില്ല എന്നാണ് പലവരുടെയും വിലയിരുത്തല്. നമ്മളൊക്കെ ശുചിക്കുട്ടിനെ ഇപ്പോഴാണ് അക്ഷരങ്ങളും വാക്കുകളൊക്കെ അതിന് പിടിച്ച് കൊണ്ടുവന്ന് മുന്നേറ്റത്തിൽ കൊണ്ടുപോയി. അപ്പൊ പ്രതീക്ഷകളൊന്നും ആരും കൈകൊള്ളേണ്ട ആവശ്യമില്ല. പ്രവർത്തിച്ച മെല്ലെയാണെങ്കിലും ചെറിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമ്മ സിജുവിനെയൊക്കെ ഒന്നിനും പറ്റില്ല പറഞ്ഞ് മൊക്കിരി ഇരുത്തേണ്ട കുട്ടിയാണ് വിചാരിച്ച അവൻ ഒന്നിനും പറ്റാണ്ടായി പോകും. ഇന്നവൻ ഈ പാക്ക് ചെയ്ത് സമ്പാദിക്കുന്നുണ്ട്, യൂട്യൂബിലൂടെ സമ്പാദിക്കുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൂടെ സമ്പാദിക്കുന്നുണ്ട്, ഫേസ്ബുക്കിലൂടെ സമ്പാദിക്കുന്നുണ്ട്. ഒന്നിനും പറ്റില്ല എന്ന് അവന്റെ പപ്പാനെക്കാട്ടും ഞങ്ങളെക്കാളും വരുമാനം ഇപ്പൊ അവനിക്ക് വരുമാനം. ഇത് ആളുകൾ കേൾക്കണ്ട, അത് പിന്നെ അവനെ വെച്ച് മാർക്കറ്റ് ചെയ്തെന്ന് വേറെ നെഗറ്റീവ് സൈഡും കൂടെ വരും. ഇല്ല, അതൊന്നും നമുക്ക് പ്രശ്നമില്ല. ആളുകൾ എന്തോ കണക്കായി ആളുകളുടെ ചെലവിലൊന്നുമല്ലല്ലോ ജീവിക്കുന്നത്. അവന് വെച്ച് മാർക്കറ്റ് ചെയ്യുക. അവരിപ്പോ മമ്മൂട്ടി മോഹൻലാലൊക്കെ ഇങ്ങനെ ജീവിക്കുന്നത് അവന്റെ സൗന്ദര്യം വെച്ചിട്ടില്ല അവന്റെ മാർക്കറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവന്റെ കഴിവ് വെച്ചിട്ടില്ല. ഇവന്റെ കുറവാണ് ഇവന്റെ കഴിവെങ്കിൽ അത് വെച്ച് മാർക്കറ്റ് ഉണ്ട് ജീവിക്കുന്നത്. അങ്ങനെ തന്നെ. ഇതിനെന്താ പേടിക്കാനുള്ളത്? മാനക്കെട് വിചാരിക്കുക നമ്മ ആരും കക്കാനും തട്ടിപ്പറിക്കാൻ പോലുള്ള ഗവൺമെന്റിന്റെ നിയമങ്ങളെ തെറ്റ് ചെയ്യില്ല. അവൻ $US സമ്പാദിക്കുന്നു, വിദേശ പണമാണ് സമ്പാദിക്കുന്നത്, അതിന് എല്ലാ ടാക്സും കെട്ടിയിട്ടാണ് വരുന്നത്. പാക്ക് ചെയ്ത് എല്ലാ ലൈസൻസ് എടുത്ത് എല്ലാം ചെയ്യുന്നത് ഗവൺമെന്റ് ടാക്സ് കെട്ടിയിട്ടാണ്. പിന്നെന്താ പേടിക്കാനുള്ളത്? ഒന്നും പേടിക്കാനില്ല. ഇങ്ങനെ എന്നെ പോട്ടെ, ഹാപ്പി ആയിട്ട്. വളരെ സന്തോഷം. കുറച്ചധികം നേരം നമ്മൾ സംസാരിച്ചു. ആള് ഹലോ, ഇങ്ങോട്ട് നോക്കൂ. അവിടെ നോക്കുമ്പോ ഹായ് ഹായ് പറ. ഒരു പാട്ട് പാടുവോ? പാട്ട് പാടുവോ ഷിജു? എങ്ങനെ പാട്ട് പാടുക? എങ്ങനെ പാട്ട് പാടുവോ? ഉമ്മ നല്ല ഉമ്മ പാട്ട് പാടും. നമുക്ക് ആ വരികള് നോക്കും. ഞാനത് എടുത്തിട്ട് വന്നില്ല. ഒന്ന് പാട്ട് പാടി കൊടുക്കും. ഉമ്മ നല്ല ഉമ്മ പാട്ട് ഇല്ലാതെ അവനിക്ക് ബുക്കില്ലാതെ ഒരു പാടില്ല. ഇഷ്ടായോ? ഇവിടെ ഇഷ്ടമായോ? പറയോ? ഇഷ്ടായി. ഓ അങ്ങ് കേറിയിരിക്കാൻ. എവിടേക്കാ വന്നിരിക്കണത്? കുളം, എറണാകുളം. എറണാകുളം. എന്റെ പേര് പറയട്ടെ. പേര് പറഞ്ഞോളൂ. സിമി. സിമി പറ. സിമി. 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 അതാരാണ് പറയാം. നീ ആരാണ്? ഞാനാരാണ് പറയാ? അമ്മ. ചോദിച്ച അങ്ങനെ പറഞ്ഞുതരും. ഇപ്പൊ അവന് അടങ്ങിറാക്കണമെന്ന് ഇഷ്ടമല്ല. ഇപ്പൊ അവൻ സ്വസ്ഥമായിട്ട് ആരും ബുദ്ധിമുട്ട്. ഇവർക്ക് അതന്നെ പൊതുവെ അങ്ങനെ ആരും എന്തെങ്കിലും ചെയ്യണമെന്നും ചെയ്യിപ്പിക്കണമെന്നും ഇഷ്ടമല്ല. അങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ ഇരിക്കും. പിന്നെ നമ്മളിങ്ങനെ അതിനെ മാറ്റി അങ്ങനെ കൊണ്ടുവരുവാണ്. ഇത് ശുചികറിന്റെ അച്ഛന്റെ പേരെന്താ? എന്താ ചെയ്യുന്നത്? എനിക്ക് പാലക്കാട് മാർക്കറ്റ് റോഡില് പലചരക്കിന്റെ ഹോൾസെയിൽ ബിസിനസ്. മോള്? എൻ്റെ പേര് ഹിസ. ഞാൻ 7th ഓക്കെ. ചേട്ടനായിട്ട് എങ്ങനെയാ? കമ്പനിയാണോ? അടി കൂടാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇല്ല. സീരിയസ് ആയിട്ടാ നിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കുറച്ച് സീരിയസ് ആയിട്ട് നിന്നാലേ ശരിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ എപ്പോഴും ആ ബോണ്ട് ഉണ്ട് എപ്പോഴും അല്ലേ? ഇപ്പം എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നാലേ ഷെയർ ചെയ്യോ ആള്? മുമ്പൊക്കെ എങ്ങനെ പറഞ്ഞാ മുമ്പൊക്കെ ഇങ്ങനെ പറയുമ്പോ ദേഷ്യം വഴക്കുണ്ടാക്കുമ്പോ ഇവള് കുട്ടിയായിരിക്കുമ്പോ ഇവള് കട്ടിലിന്റെ അടിയിൽ പോയി ഒളിഞ്ഞിരിക്കും. കട്ടിലിന്റെ അടിയിൽ എനിക്ക് താന്നിട്ടുള്ള പണി ചെയ്യില്ല, തടി കൂടുതല്. ഇവളെ എന്തെങ്കിലും ചെയ്യാണ്ട് ഇവള് വേ കട്ടിലിന്റെ അടിയിൽ മാറി. എല്ലാ പ്രശ്നം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവള് അതിന്റെ അടിയിൽ കാണിച്ചു വരുന്നുണ്ടോ? ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോഴൊന്നും അവനൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. സ്റ്റഡിയായിട്ട് മുമ്പിൽ നിൽക്കും. അതിനുള്ള ധൈര്യമൊക്കെ ഉണ്ട്. അവളെ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇവന്റെ കൂടെയൊക്കെ പൊരുതി ജയിക്കണൊക്കെ നമ്മള് ധൈര്യം തന്റെ ഉണ്ട്. ഇപ്പൊ ആനപ്പാപ്പാനി മാതിരിയാണ്. ആന അങ്ങനെ കൊണ്ടു നടക്കണമെങ്കിൽ ആനപ്പാപ്പാൻ അങ്ങനെ ഒരു ലെവലിൽ നിൽക്കണം, നന്നായിട്ട് നിൽക്കണം. പിന്നെ ഇപ്പൊ ഒറ്റ കുഴപ്പമില്ല. ഇപ്പൊ അവനാള്
സ്വഭാവമാണ്. മാമാക്കാണ് ഇടയ്ക്ക് കിട്ടുക. അയ്യോ, അതുപോലെ എനിക്കൊന്ന് ഞാനൊന്നും ഏറ്റവും ചെയ്യില്ല. ഇഷ്ടമുള്ള ആളോടാണ് കൂടുതൽ കുറുമ്പ് കാണിക്കുക എന്നുള്ളത്. കുറുമ്പ് കാണിക്കുന്നത്. അപ്പൊ മാമ തിരിച്ചൊന്നും ചെയ്യില്ല, ഞങ്ങളൊന്നും അവനെ ഒരു ഉപദ്രവിക്കുകയും ചെയ്യില്ല. അപ്പൊ മാമ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇവന് ഒരു എത്ര 2 വയസ്സ് ഇവനൊരു 4 4 വയസ്സായിരിക്കുന്ന വയസ്സില് സമയത്ത് 4 വയസ്സായിരിക്കുന്ന സമയത്ത് മാമ പറഞ്ഞു ഇവൻ വേണം വെച്ച് സംസാരിക്കാതിരിക്കണം, 4 പൊട്ടിച്ച സംസാരിക്കും പറഞ്ഞു. അങ്ങനെ വടിയെടുത്തിട്ട് മാമ ചുള്ള വടിയെടുത്തിട്ട് കാലത്ത് ഒരുപാട് അടിച്ചു. സംസാരിക്കടാ, ഉമ്മ പറയടാ, പാപ്പ പറയടാന്ന്. ഇവനൊന്നും പറയില്ല, ഇവർക്ക് അറിയാൻ മാത്രം ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഒരുപാട് അടി കിട്ടി എനിക്ക്. പിന്നെ മാമ കുറച്ചെടുത്ത് ഒരുപാട് സങ്കടപ്പെട്ടു. ഇവന് പിന്നെ അവിടെ തന്നെ ഞാൻ ഇവനെ സ്നേഹിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് സെറ്റ് യഥാർത്ഥ സ്നേഹം അവിടെ ഉണ്ടായത്, ആ ഒരു ബോണ്ട് അവിടെ ഉണ്ടായത്. മാമ ഇവനെ അടിച്ചിട്ടില്ല. ഇവരൊക്കെ അപ്പോഴും എന്നെ അടിക്കാൻ പറയും, എൻ്റെ അടുത്ത് പറയാനില്ല. ഇവനെ പഠിപ്പിക്കാൻ വേണ്ടി ഈ തത്ത സംസാരിക്കില്ല, മുളക് കൊടുക്കില്ല എന്ന മാതിരി മുളക് കൊടുക്കുക പറയും ആൾക്കാര്, മന്ത്രക്കാരുടെ അടുത്തോ പറയും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ചെയ്യാത്ത പക്ഷെ ആള് നല്ല സ്മാർട്ടാ, നല്ല സുന്ദരനായിട്ട് ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഇങ്ങനെ ഒരു ഹാപ്പി ഫാമിലി ആയിട്ട് ഇരിക്കട്ടെ. ഫാമിലിന്റെ നല്ലൊരു സപ്പോർട്ട് ഉണ്ട്, അതിന് വലിയൊരു മാറ്റം. അതെ അതെ, തീർച്ചയായിട്ടും. ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി ഇപ്പൊ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലിയെ നമ്മള് ആദ്യമായിട്ട് കാണാണ്. പ്രത്യേകിച്ച് മാമയാണ്. അല്ല, ഇങ്ങനെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലും ഇവർക്ക് ഇങ്ങനത്തെ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് നിലനിൽക്കും. അതെ അതെ, അവര് പറഞ്ഞ ജീവിതം വേണോ വേണ്ട അവർക്ക് ഇരിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനത്തെ കുട്ടികളുടെ എല്ലാ രക്ഷിതാക്കളും. അപ്പൊ അവർക്ക് പിന്തുണയുണ്ട് എന്നുള്ള ബോധം ആരെങ്കിലും ഒരു ഫുൾ സപ്പോർട്ട് അവർക്ക് ഉണ്ടാകണം. ഒന്നുകിൽ ഗവൺമെന്റ് വേണം, അല്ലെങ്കിൽ നാട്ടുകാർ വേണം, അല്ലെങ്കിൽ ബന്ധുക്കൾ വേണം, അല്ലെങ്കിൽ സ്വന്തക്കാർ വേണം, അല്ലെങ്കിൽ കൂട്ടുകാർ വേണം, എന്തെങ്കിലുമൊക്കെ വേണം. സാമ്പത്തികം ഇല്ലാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ കുട്ടികളെ ജീവിക്കാൻ, പുറത്ത് കൊണ്ടുപോകാൻ പറ്റാണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്നു. ഒരുപാട് കുട്ടികൾ, ഒരുപാട് രക്ഷിതാക്കൾ ഒരുപാട് കഷ്ടപ്പെടുന്നു. ഇവർക്ക് ദൈവം സാമ്പത്തികമായിട്ട് ഒരുവിധം കൊടുത്തുകൊണ്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഒരുപാട് നമ്മൾ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, എന്നാലും ജീവിച്ചു പോകുന്നതുകൊണ്ട് വലിയൊരു സമാധാനമുണ്ട്. പക്ഷെ ഇല്ലാത്ത ഫാമിലികൾ ഒരുപാടുണ്ട്, ഒരുപാട് കഷ്ടപ്പെടുന്നു. പുറത്തിറക്കാൻ പറ്റാത്ത കുട്ടികളുണ്ട്. അവിടെ നല്ല മാറ്റം ഉണ്ടല്ലോ. മാറ്റം വരട്ടെ സമൂഹത്തിൽ, ഗവൺമെന്റിന്റെ സപ്പോർട്ടും കൂടെ കിട്ടട്ടെ, അതിനു വേണ്ടിയിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. എന്തായാലും ഒരുപാട് സമയം നമ്മൾ സംസാരിച്ചു, ഒരുപാട് സന്തോഷം. വിളിച്ച ഉടനെ ഇങ്ങോട്ടൊക്കെ വരാന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.